നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഫേസ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. കുറച്ച് എക്സാംസിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിൽ പെട്ടിട്ട് ഇത്തിരി ഡിലേ ആയിപ്പോയി വീഡിയോ. നമ്മൾ വിചാരിച്ച സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അപ്പോളജീസ് പറയുന്നു. കുറച്ച് ഡിലേ ആയിപ്പോയി. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തരത്തിൽ നമ്മൾ മാക്സിമം ഹോംവർക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോയിട്ട് മാക്സിമം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് അത് നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി തേർഡ് ഫേസ് എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ വീഡിയോസ് മുഴുവൻ കാണുക, ഇതൊന്ന് റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. ശരിയാണ്. 1524 വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഡി അൽമേഡ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ആരായിരുന്നു അവസാനത്തെ വൈസ്രോയി? അവസാനത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി ജനറൽ മാനുവൽ അന്റോണിയോ വെസാലോ ഇ സിൽവയാണ്. 1958 മുതൽ 61 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആൻഡ് ഡി അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു നയമാണ് നീലജല നയം അല്ലെ, ബ്ലൂ വാട്ടർ പോളിസി. അത് ഓർത്തിരിക്കുക കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ബ്ലൂ വാട്ടർ പോളിസി ആരാണ് കൊണ്ടുവന്നത്? അത് ഡി അൽമേഡയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം 1505 മുതൽ 1509 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഉത്തരം വരുന്നത് 1, 2 മാത്രം. ഓപ്ഷൻ എ ആണ് ശരി. രണ്ടാമത്തെ ചോദ്യം, ഭാഷാശാസ്ത്ര മേഖലയിലെ ആദിഭാഷ എന്ന കൃതി രചിച്ച വ്യക്തിയുടെ പേര്. അപ്പൊ ആദിഭാഷ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അല്ലെ, ഓപ്ഷൻ 2. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, വേദാധികാര നിരൂപണം തുടങ്ങിയവ. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ട്, അതുപോലെ അരുൾനൂല്. അതൊക്കെ ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ്. കുമാരനാശാന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദുരവസ്ഥ, നളിനി, ലീല തുടങ്ങിയവ. അപ്പോ ഈ പറഞ്ഞ റിനൈസൻസ് പീരീഡിൽ ഉണ്ടായിരുന്ന ആളുകളും അവരുടെ ആ വ്യക്തികളുടെ കൃതികൾ, അവരുടെ റിഫോർമേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഡിലനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫായി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു. അപ്പൊ ഇവിടെ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മുകളിൽ പറഞ്ഞവയല്ല. പിന്നെ ഈ ഇയേഴ്സും ഓർത്തിരിക്കുക. പണ്ടാരപ്പാട്ട വിളംബരം 1865, അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇതൊക്കെ വൺ വേർഡ്സ് ആയിട്ടും പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. 1580 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഒന്നാം ജെസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് റുഡോൾഫ് അക്വാവിവയും ആന്റണി മോൺസെറാറ്റും ആണ്. അപ്പം 2 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, 1946 ഇടക്കാല സർക്കാരിൽ ആരാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? അപ്പം ഇന്ററിം ഗവൺമെന്റിൽ ആർക്കായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല? സി രാജഗോപാൽ ആചാര്യക്കായിരുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആയിരുന്നു. ഡോക്ടർ ജോൺ മത്തായി കൊമേഴ്സ് ആയിരുന്നു. ലിയാഖത്ത് അലിഖാൻ ഫിനാൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇന്ററിം ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റ്സും മിനിസ്റ്റേഴ്സും ആരാണെന്നൊന്ന് ജസ്റ്റ് നോക്കാട്ടോ. അപ്പൊ മിനിസ്റ്റേഴ്സും അവരുടെ പോർട്ട്ഫോളിയോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. വൈസ് പ്രസിഡന്റ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും കോമൺവെൽത്ത് റിലേഷൻസിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. ഇന്ററിം ഗവൺമെന്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ, അത് ഓർത്തിരിക്കുക. ആദ്യത്തെ മിനിസ്ട്രി അല്ല, ഇന്ററിം ഗവൺമെന്റിലെ മിനിസ്ട്രിയാണ്. ഇനി ഹോം അഫയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഡിഫൻസ് മിനിസ്റ്റർ ബൽദേവ് സിംഗ് ആയിരുന്നു.
എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് സി രാജഗോപാൽ ആചാര്യായിരുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ രാജേന്ദ്ര പ്രസാദ്. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ജോൺ മത്തായി. ലേബർ തൊഴില് ജഗ്ജീവൻ റാമായിരുന്നു. വർക്ക്സ് മൈൻസ് ആൻഡ് പവർ CH ഭാഭ. മിനിസ്ട്രി ഓഫ് പവർ ശരത് ചന്ദ്ര ബോസ്. ഫിനാൻസ് മിനിസ്റ്റർ ലിയാഖത്ത് അലി ഖാൻ. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൊമേഴ്സ് ഇബ്രാഹിം ഇസ്മായിൽ ചുന്ദ്രിഗർ. പോസ്റ്റ് ആൻഡ് എയർ കമ്മ്യൂണിക്കേഷൻസും വരുന്നത് അബ്ദുറബ് നിഷ്തർ ആണ്. ഹെൽത്ത് മിനിസ്റ്റർ ഗസൻഫാർ അലി ഖാൻ ആയിരുന്നു. ലോ ജോഗേന്ദ്രനാഥ് മണ്ഡലാണ്. റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട് വന്നത് അസഫ് അലി. പിന്നെ ഷാഫത്ത് അഹമ്മദ് ഖാനും സയ്യദ് അലി സഹീറും, ഇവര് രണ്ടുപേരും മൈനോറിറ്റി മുസ്ലിം റെപ്രസെന്റേഷൻ ആയിരുന്നു. ഇനി ആ സമയത്ത് കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുണ്ടായിരുന്നത് ജനറൽ സർ ക്ലോഡ് ഒച്ചിൻലെക് ആണ്. പിന്നെ ഫെബ്രുവരി 1947 വരെ നമ്മുടെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത് ആർച്ചിബാൾഡ് വേവലും. അതിനുശേഷം ഫെബ്രുവരി 1947 തൊട്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് വരെ ഓഗസ്റ്റ് 15, 1947 വരെ ലൂയി മൗണ്ട് ബാറ്റനും ആയിരുന്നു ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മുടെ ഗവർണർ ജനറൽ ആയിട്ട് ഇന്ററിം ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 1922 ഏക പ്രസ്ഥാനം ഡാഷിലാണ് നടന്നത്. ഏത് സംസ്ഥാനത്താണ് ഏക മൂവ്മെന്റ് നടന്നത്? UP-യിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, UP. ഗാന്ധിജിയുടെ വാർധ സ്കീം 1937 ഈ ഒരു സ്കീം നടപ്പിലാക്കപ്പെടുന്നത്. വാർധ സ്കീം പ്രകാരം നയി താലിം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്രകൃതി ത്വബാഖത്ത് അൽ ഉമം എഴുതിയത് ആരാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഖാദി സ്വായിദ് അൽ അന്തലുസി. അപ്പം ചിലരൊക്കെ ഇങ്ങനെ പറയൂട്ടോ, അതായത് വൈൽഡ് ഗസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വൈൽഡ് ഗസ് ചെയ്യുമ്പം ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷൻസിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് അവർ ഓപ്റ്റ് ചെയ്യാന്ന്. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് പകരം ഇത്രയും നീട്ടിപ്പരത്തി അവർ വലിയ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കണം ഉത്തരം എന്നുള്ളൊരു റേഷണൽ അല്ലെങ്കിൽ ആ ഒരു ലോജിക്കിലാണ് പലരും അങ്ങനെ വൈൽഡ് ഗസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗസ് എടുത്തിട്ട് റിസ്ക് എടുക്കുന്നത്. അപ്പം അങ്ങനെ റിസ്ക് എടുത്തവർക്കൊക്കെ ഈ ഒരു ആൻസർ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലരെങ്കിലും അങ്ങനെ ഒരു അപ്രോച്ച് സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പം ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രശാസ്ത്ര കൃതിയിൽ പറയുന്നത് ഒരു 9 ഗ്രൂപ്പുകളുടെ ഇന്ത്യൻസ്, പേർഷ്യൻസ്, കാൽഡിയൻസ്, ഈജിപ്ഷ്യൻസ്, ഗ്രീക്സ്, റോമൻസ്, അന്ന് ബൈസാന്റിൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ അറബ് ഓറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ അൽ അന്തലൂസ് എന്ന് പറയുമ്പം അന്നത്തെ സ്പെയിനിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകളാണ്. അതുപോലെ ഹീബ്രൂസ്. ഇവരുടെയൊക്കെ സ്പെസിഫിക് അച്ചീവ്മെന്റ് ആണ് ഈ ഒരു ബുക്കിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് ഈ ഒരു പുസ്തകത്തിനെ പറ്റി പറയാനുള്ളത്. പക്ഷെ ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ്, കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ളത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം 1870 മുതൽ 71 വരെയാണ് നീണ്ടു നിന്നത്. അപ്പൊ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ് ജർമ്മനിയുടെ ഏകീകരണത്തിൽ പ്രധാന ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്ന സംഭവം. ഇനി പാരീസ് കമ്മ്യൂൺ ആണെങ്കിൽ 1871 ഈ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിന് ശേഷം പാരീസിൽ ഒരു റവല്യൂഷണറി ഗവൺമെന്റ് വരികയും അവരവിടെ ഏകദേശം ഒരു ബ്രീഫ് പീരീഡിൽ 2 മാസത്തോളാണ് അവിടെ ഭരണം നടപ്പിലാക്കിയത്. അപ്പൊ അതിനാണ് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. 1871 പാരീസ് കമ്മ്യൂൺ നടക്കുന്നത്. അതുപോലെ കോൺഗ്രസ് ഓഫ് വിയന്ന 1814-15 ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നെപ്പോളിയൻ ബോണാപാർട്ടിന്റെ ഡിഫീറ്റിന് ശേഷം അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ അവർ കൂടിച്ചേർന്ന് നടത്തിയ ഒരു ഡിപ്ലോമാറ്റിക് കോൺഗ്രസ് ആയിരുന്നു വിയന്ന കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി ക്രിമിയൻ വാർ ആണെങ്കിൽ 1853 മുതൽ 1856 വരെ നീണ്ടു നിന്നതാണ്. ഒട്ടോമൻ സാമ്രാജ്യവും റഷ്യയും തമ്മിലായിരുന്നു ക്രിമിയൻ യുദ്ധം നടന്നത്. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം വീണ്ടും പാരീസ് കമ്മ്യൂൺ റിലേറ്റഡ് ആണ്. നമ്മളിപ്പോ തന്നെ പറഞ്ഞോളൂ, പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1871 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത്, ആന്തരിക കാമ്പ് എന്ന് പറയുമ്പോൾ ഇന്നർ കോറിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? നിഫെ ആണല്ലേ. നിഫെ നിക്കലും അയേണും ആണ്. അയണിന്റെ നമ്മുടെ രാസനാമത്തിലാണ് Fe എന്നാണ് വരിക കെമിസ്ട്രിയിൽ. അപ്പം നിഫെ Ni നിക്കലും, Fe അയണും, നിഫയാണ്. ഇനി അതുപോലെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സിയാലും സിമയും എന്താണെന്നുള്ളതാണ്. സിയാലും സിമയും എന്ന് പറയുമ്പം സിയാല് എന്താണ്? സിലിക്കൺ ആൻഡ് അലുമിനിയം. അത്
കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ളതാണ് സിലിക്കണും അലുമിനിയം. അതുപോലെ സിലിക്കണും മാഗ്നീഷ്യവും ഓഷ്യാനിക് ക്രസ്റ്റിന്റെ സമുദ്രത്തിന്റെ താഴ്ത്തട്ടിലുള്ള ആ പാളിയിലുള്ളതാണ്. ഓഷ്യാനിക് ക്രസ്റ്റിലാണ് സിലിക്കണും മാഗ്നീഷ്യവും അതുപോലെ സിലിക്കണും അലുമിനിയം കോണ്ടിനെന്റൽ ക്രസ്റ്റിലാണ്. നിഫെ കോറില് ആന്തരിക കാമ്പിൽ അടങ്ങിയിട്ടുള്ളതാണ് നിക്കലും അയണും. ഇനി താഴെ പറയുന്ന വാതകങ്ങളിൽ ഏതാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? ഏതാണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ്? മീഥേൻ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പൊ റിലീഫ് സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വ്യത്യാസത്തിനനുസരിച്ച് അതിനെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? കോണ്ടൂർ രേഖകളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, കോണ്ടൂർ. അപ്പൊ എന്ന് പറഞ്ഞാല് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ഈക്വൽ എലിവേഷനിലുള്ള ആ പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻസ് ആണ് കോണ്ടൂർ രേഖകൾ. ഇനി അതുപോലെ ഐസോ ബാറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻസ് ആണ് ഐസോ ബാറുകൾ. ഐസോ ഹാലൈൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സാലിനിറ്റി, നമ്മൾ ലവണത്വം എന്ന് പറയും അല്ലെ. അപ്പൊ ഈക്വൽ സാലിനിറ്റി ഉള്ള വാട്ടർ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് ഐസോ ഹാലൈനുകൾ. ഐസോ ഹൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ, ഈ മഴ, മഞ്ഞ്, അതിനെ അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ പ്രസിപ്പിറ്റേഷൻ, വർഷണം എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ. അപ്പൊ അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. ഈക്വൽ എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ കിട്ടുന്ന ലൊക്കേഷൻസിനെ കണക്ട് ചെയ്യുന്നതാണ് ഐസോ ഹൈറ്റുകൾ. അപ്പൊ ഇവിടെ റിലീഫ് സവിശേഷതകൾ പ്രതിനിധീകരിക്കുന്നത് കോണ്ടൂറുകളാണ് കേട്ടോ. കിഴക്ക് റെയിൽവേയുടെ ആസ്ഥാനം, അപ്പൊ ഈസ്റ്റേൺ റെയിൽവേന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? കൊൽക്കത്തയിലാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് നമ്മൾ ഗുവാഹത്തി എന്നൊക്കെ കാണുമ്പോൾ വിചാരിക്കും നോർത്ത് ഈസ്റ്റിലാണെന്ന്, പക്ഷെ നോർത്ത് ഈസ്റ്റിലല്ല, എവിടെയാണ്? കൊൽക്കത്തയിലാണ് വരുന്നത് കേട്ടോ. ഡാഷിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്. അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായിട്ടുള്ളത് ഏത് നാഷണൽ പാർക്കാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. വെസ്റ്റേൺ ഗട്ട്സിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. അപ്പൊ സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ സൈലന്റ് വാലിനെ ഒരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തത് 1984 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ ഈ നാഷണൽ പാർക്ക് ഇനോഗ്രേഷൻ നടക്കുന്നത് 1985 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ മുൻ വർഷത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കുക, കരുതിയിരിക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക, മുകളിൽ പറഞ്ഞവയല്ല. അപ്പൊ ആത്മനിർഭർ ഭാരതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് സഫിഷ്യന്റ് ആക്കുക ഇന്ത്യനെ, അല്ലെ. അപ്പം ആ ഒരു സ്വാശ്രയത്വം ഉണ്ടാക്കുക എന്നുള്ളതിൽ ഈ പറയുന്ന മുകളിൽ പറഞ്ഞ 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മുകളിൽ പറഞ്ഞവ എല്ലാം. ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് ഏതാണ്? ദ്രവ്യത എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി. അപ്പൊ ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി ഉള്ളത് ഏത് അളവിനാണ് അല്ലെങ്കിൽ ഏത് മണി ഗ്രൂപ്പിനാണ്? ഏതാണ്? M1 അല്ലെ, M1 അപ്പൊ ഇതിൽ നമ്മൾ ഈ M1, M2, M3 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു മണീനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അപ്പൊ M1, M2 എന്ന് പറയുന്നത് നാരോ മണിയാണ്. കുറച്ചും കൂടി ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ നടത്താനും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മണിയാണ് M1, M2. അപ്പൊ അതാണ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിൽ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ഹയസ്റ്റ് ലിക്വിഡിറ്റി ഫോമിലുള്ളതാണ് M1. അതായത് കറൻസി വിത്ത് പബ്ലിക്, ഇപ്പൊ ജനങ്ങളുടെ കയ്യിലുള്ള പൈസ, അതുപോലെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, പിന്നെ ചെക്കബിൾ ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് M1 വിടുക. M2 എന്ന് പറഞ്ഞാൽ ഈ M1 കൂടെ തന്നെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളും സേവിംഗ് ഡെപ്പോസിറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ ഒരു ലിക്വിഡ് ഫോമിൽ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇത് രണ്ടും നാരോ മണി എന്നാണ് അറിയപ്പെടുക. ഇനി M3യും M4ഉം ബ്രോഡ് മണി എന്നാണ് അറിയപ്പെടുക. ബ്രോഡ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് M1 കൂടെ, M3 പറയുന്നത് M1 കൂടെ ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, ഒരു ചെറിയൊരു കാലയളവിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പൈസ ആയിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് ലിക്വിഡ് ഫോമിൽ കിട്ടില്ല, പക്ഷെ എന്നാലും എന്താണ്, നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ M1ന്റെയും M2ന്റെയും അത്രയും ലിക്വിഡ് ഫോമിലല്ല അത്. ഇനി M4 എന്ന് പറഞ്ഞാൽ വെരി ബ്രോഡ് മണിയാണ്. അത് M3 പ്ലസ് എന്താണ്, അതർ മണി അസറ്റ്സും, ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള മണി, മാർക്കറ്റിൽ കിടക്കുന്ന പൈസ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, അതൊക്കെ അത് അത്രയും ലിക്വിഡ് ഫോമിലല്ല, അസറ്റ് ഫോമിലൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പം M3യും M4ഉം ബ്രോഡ് മണിയാണ്, M1ഉം M2ഉം നാരോ മണിയാണ്. അപ്പൊ ഈ M1ഉം M2 ആണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്
എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമിൽ ഉള്ളത്, അതിൽ ഏറ്റവും ലിക്വിഡ് ഫോമിൽ ഉള്ളതാണ് M1. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? പ്രാഥമിക കമ്മി എന്ന് പറയും. പ്രൈമറി ഡെഫിസിറ്റ്, അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, അതാണ് പ്രാഥമിക കമ്മി, പ്രൈമറി ഡെഫിസിറ്റ്. അപ്പൊ പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. ഇനി ബജറ്റ് കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ ആണ് ബജറ്റ് കമ്മി എന്ന് പറയുന്നത്. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ്. ഇനി മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ഓഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ദാറ്റ് ഇസ് ഫിനാൻസ്ഡ് ഡയറക്ട്ലി ബൈ ദ സെൻട്രൽ ബാങ്ക്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള ബാങ്കുകൾ അവര് ഡയറക്ട്ലി ഫിനാൻസ് ചെയ്യുന്ന ഫിസിക്കൽ ഡെഫിസിറ്റിനെയാണ് ധനസമ്പാദന കമ്മി എന്ന് പറയുന്നത്. മോണിറ്റൈസ്ഡ് കമ്മി അല്ല, മോണിറ്റൈസ്ഡ് ഡെഫിസിറ്റ്. അടുത്ത ചോദ്യം, മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ കൊടുത്തത് ഏതായിരുന്നു? ഹെവി ഇൻഡസ്ട്രീസ് ആയിരുന്നു. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഘനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഘനവ്യവസായങ്ങൾ, ഹെവി ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡ് പഞ്ചവത്സര പദ്ധതിയിൽ, മഹലനോബിസ് പ്ലാനിൽ വന്നിരുന്നത്. ഇനി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഏതായിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് അല്ലെ? ഹരോഡ് ഡോമർ മാതൃക, അങ്ങനെയാണ് അത് അറിയപ്പെടുക. ഹരോഡ് ഡോമർ മോഡൽ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് കാർഷിക മേഖല, സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഘനവ്യവസായങ്ങൾ, ഹെവി ഇൻഡസ്ട്രീസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഇതിലെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഡി ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഇവിടെ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 1/5 ഭാഗവും നിലവിലെ വിലയിൽ സംഭാവന ചെയ്യുന്നു. ശരിയാണ്. അതുപോലെ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ രാജ്യത്തെ തൊഴിൽ സേനയുടെ 50% താഴെയാണ്. ഇതും ശരിയാണ്. കാരണം നമ്മൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ നേരെ ചെന്ന് നോക്കിയപ്പം അവിടെ മുമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അക്കൗണ്ട് ഫോർ നിയർലി 1/5 ഓഫ് ദ കൺട്രീസ് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് കറന്റ് പ്രൈസസ്. അതുപോലെ എംപ്ലോയ്ഡ് അപ്രോക്സിമേറ്റ്ലി 46.1% ഓഫ് ദ വർക്ക് ഫോഴ്സ്. 50% താഴെയാണ് വർക്ക് ഫോഴ്സ്. പിന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1/5 ഓഫ് ദ കൺട്രീസ് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് കറന്റ് പ്രൈസസ്. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ്. പക്ഷെ ഇതിൽ ശരിയല്ലാത്തത് നമ്മളോട് ചോദിച്ചിട്ട് എയും ബിയും എന്ന് പറഞ്ഞപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും തെറ്റായി ക്യാൻസൽ ആയി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ക്യാൻസൽ ആയി പോകും. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിയമനിർമ്മാണ ഉദ്ദേശത്തെ പ്രവർത്തന നയമാക്കി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിന്റെ പങ്ക് എന്താണ്? അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ലെജിസ്ലേറ്റീവ് ഇന്റന്റിനെ, നിയമനിർമ്മാണ ഉദ്ദേശത്തിനെ എന്താക്കുന്നത്? ഒരു ഓപ്പറേഷണൽ പോളിസി ആക്കുന്നതിൽ എക്സിക്യൂട്ടീവ് എന്താ ചെയ്യുന്നത്? അവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്, പോളിസി എക്സിക്യൂട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ആ നയത്തിനെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? നയനിർവഹണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിക്യൂഷൻ തന്നെയാണ് അവരുടെ മേജർ റോള്. അപ്പം എക്സിക്യൂട്ട് ചെയ്യുക, നയം നിർവഹിക്കുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വിവരാവകാശ ചട്ടക്കൂടിന്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്? അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തൽ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ്? യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആണ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ഏതാണ്? വിവര അസമമിതി, ഇൻഫർമേഷൻ അസിമെട്രി. അവിടെ ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ മോണോപ്പൊളിയോ ഒന്നും അല്ല അല്ലെ നോക്കുന്നത്, പണപ്പെരുപ്പോ കുത്തക നിയന്ത്രണം ഒന്നും അല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായിട്ടും ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പം ഏത് പരാജയം പരിഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്? വിവര അസമമിതി, ഇൻഫർമേഷൻ അസിമെട്രി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. ഓപ്ഷൻ ബി ആണ് ശരി. നമുക്കറിയാം അല്ലെ, ഈ 3 പില്ലേഴ്സ് ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി.
ലെജിസ്ലേച്ചർ എന്താണ് ചെയ്യുന്നത്? നിയമനിർമ്മാണമാണ്, നിയമനിർമ്മാണ സമിതി. എക്സിക്യൂട്ടീവ് ഈ നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നതാണ് എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീപ്പർ ഒക്കെ ആയിട്ട് ഈ നിയമങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ ജസ്റ്റിസ് എൻഷുർ ചെയ്യാനും നിൽക്കുന്ന ബോഡിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറി നിർണായകമാവുന്നത് എന്തുകൊണ്ടാണ്? എക്സിക്യൂട്ടീവ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ റൈറ്റ്സിനെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് മേളിൽ ഓവർ പവർ ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് ഒരു അവരുടെ അതോറിറ്റി എക്സേർട്ട് ചെയ്യാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യാതിരിക്കാൻ, ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഓവർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ, അവരുടെ പവറിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ എന്ത് വേണം? ബാലൻസ് ഓഫ് പവർ വേണം. അങ്ങനെ ബാലൻസ് ഓഫ് പവറിന് വേണ്ടിയിട്ടാണ് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിട്ട് 3 പില്ലേഴ്സ് വരുന്നത്. അപ്പൊ ജുഡീഷ്യറി ഈ പ്രൊട്ടക്ടർ ഓഫ് റൈറ്റ്സ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുമ്പം എന്തുണ്ടാവും? എക്സിക്യൂട്ടീവിന് മാത്രമായിട്ട് അങ്ങനെ ഒരു എന്താ പറയാ, ഈ പവർ ഓവറായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം എക്സിക്യൂട്ടീവ് കുറച്ച് ഓവർ ആവുമെന്ന് തോന്നുമ്പോൾ ജുഡീഷ്യറി ഇടപെടും. ഇനി ജുഡീഷ്യറി ഓവർ ആവുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഇടപെടും, അല്ലെങ്കിൽ പാർലമെന്റും ലെജിസ്ലേച്ചർ, അവരങ്ങനെ ഒരു ബാലൻസ് ഓഫ് പവർ സിസ്റ്റത്തിലാണ് അല്ലേ നിന്ന് പോകുന്നത്. അപ്പം ആ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? എക്സിക്യൂട്ടീവിന്റെ ഇടപെടലിനെ തടയുന്നു. അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? ഏത് ഭരണസമിതിക്കാണ്? കുടുംബശ്രീ ADSനാണ്, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്കാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? മൈൻസ് സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻ ബി പീയൂഷ് ഗോയൽ ആണ് ശരി ഉത്തരം. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. അരവിന്ദ് പനഗരിയാണ് ചെയർപേഴ്സൺ. ശരിയാണല്ലേ? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നമ്മളോട് പ്രസ്താവനകൾ പരിഗണിക്കുക, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടില്ല, പക്ഷെ ശരിയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് പറയും? ഇവ രണ്ടും അല്ലെ, സി ആണ് വരിക. 1ഉം 2ഉം ശരിയാണ്. ശരിയാണോ തെറ്റാണോ നമ്മളോട് ചോദിച്ചിട്ടില്ല. PSC അടക്കം അങ്ങനെയൊക്കെ ഇടാറുണ്ട്. നമ്മളൊരു എന്താ പറയാ, നമ്മളുടെ ഒരു റേഷണൽ സംഭവം വെച്ചിട്ട് അങ്ങോട്ട് ആൻസർ ചെയ്യാം. അപ്പൊ പ്രസ്താവനകൾ നമ്മൾ പരിഗണിച്ചു, ഇത് രണ്ടും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. സി നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്തു. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം ഏതാണ്? ആ ഒരു പുരാതന തുറമുഖ നഗരം മുസിരിസ് ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായിട്ടൊക്കെ അവർക്ക് വിപുലമായിട്ടുള്ള വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. വളരെ പഴയ അല്ലെങ്കിൽ വളരെ പുരാതന കാലം തൊട്ടേ ഇവര് കണക്റ്റഡ് ആയിരുന്നു. അതിനുള്ള ആർട്ടിഫാക്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് മുസിരീസിൽ നിന്ന്, അവിടുത്തെ എക്സ്കവേഷനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുസിരീസ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ആരാണ്? ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് വരുന്നത് ONV കുറുപ്പാണ്. ONV കുറുപ്പിന് 14 തവണയാണ് മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ONV കുറുപ്പാണ് ശരി ഉത്തരം. ഇനി രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഗിരീഷ് പുത്തഞ്ചേരിക്കാണ്. 7 തവണയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. P ഭാസ്കരന് 3 തവണ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വയലാർ രാമവർമ്മയ്ക്ക് 4 തവണ. ആൻഡ് ഏറ്റവും ആദ്യം കിട്ടിയതും വയലാർ രാമവർമ്മയ്ക്കാണ്. ഏറ്റവും ആദ്യത്തെ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയത് വയലാർ രാമവർമ്മയ്ക്കാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് 2 തവണ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ONV കുറുപ്പിനാണ് 14 തവണ. രണ്ടാമത് വരുന്നത് ഗിരീഷ് പുത്തഞ്ചേരി 7 തവണ. അടുത്ത ചോദ്യം, 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ശില്പി ആരാണ്? അപ്പൊ ബക്രാനങ്കൽ അണക്കെട്ട് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് റിവറിലാണ്? സത്ലജ് റിവറിലാണ് അല്ലെ? 1963 അത് പണികഴിപ്പിക്കപ്പെടുന്നത്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് റീജിയനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? അപ്പൊ സത്ലജ് റിവറിലാണ് വരുന്നത്. ആരാണ് അതിന്റെ ശില്പി? കൺവർസൻ ഗുപ്തയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കൺവർസൻ ഗുപ്ത. ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത്
എന്താണ്? ഇത് നമുക്ക് ചിലപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ അറിയാത്തതിൽ വൈൽഡ് ഗസ് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. സ്കിപ്പ് ചെയ്യാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. തീരെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ് നല്ലത്. അപ്പൊ ഇവിടെ എന്താണ്? ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് അല്ലെ, ഒരു കഴിവാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ട്ടോ. ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ആരാണ്? ലിയാൻഡർ പേസ് ആണ്. അദ്ദേഹം 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ്, ലിയാൻഡർ പേസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരള കായിക ദിനം. അപ്പം കേരള കായിക ദിനം ഒക്ടോബർ 13 ദേശീയ കായിക ദിനം എന്നാണ്, നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ്, ഓഗസ്റ്റ് 29 അപ്പൊ ഇവിടെ കേരള കായിക ദിനം ഒക്ടോബർ 13 ആചരിക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന GV രാജ, ഗോദവർമ്മ രാജ, അദ്ദേഹത്തിന്റെ ജന്മദിനാണ് ഒക്ടോബർ 13. അപ്പം അത് കൊമമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ ഈ GV രാജ തന്നെയാണ് കേരളത്തിലെ വിനോദസഞ്ചാരത്തിന്റെ പിതാവ്, ടൂറിസത്തിന്റെ ഫാദർ ആയിട്ടും അറിയപ്പെടുന്നത്. അത് ജസ്റ്റ് അഡീഷണൽ ഫാക്ട് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ എന്ത്, 29 ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ എന്ന്. അത് ആരുടെ ജന്മദിനാണ്? മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനാണ് ഓഗസ്റ്റ് 29. അപ്പൊ അതാണ് ദേശീയ കായിക ദിനം. അടുത്ത ചോദ്യം, CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജ, രാമരാജ ബഹദൂർ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 8 വീട്ടിൽ പിള്ളമാരുടെ പിൻഗാമികൾ രാജാവിനെതിരെ നടത്തിയ ആന്തരിക ഗൂഢാലോചനയാണ് രാമരാജ ബഹദൂർ എന്ന നോവൽ പ്രധാനമായും ചിത്രീകരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ആന്തരിക ഗൂഢാലോചന, ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇവിടെ പ്രധാനമായും ചിത്രീകരിക്കുന്നത് ഈ നോവലില് എന്തല്ല, ഈ പറയുന്ന ഗൂഢാലോചനയല്ല. ടിപ്പു സുൽത്താന്റെ ഇൻവേഷനും അതിന്റെ പിൻപറ്റി ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പ്രധാനമായിട്ടും മെയിൻ സംഭവം എന്ന് പറയുന്നത് അതാണ്. ടിപ്പു സുൽത്താന്റെ ഇൻവേഷൻ, ആ ഒരു അറ്റാക്കിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ധർമ്മരാജയിലും അതിന്റെ തുടർച്ചയായ രാമരാജ ബഹദൂറിലും രാജ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ സി ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന CV രാമൻ പിള്ളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് ഇത്, മാർത്താണ്ഡവർമ്മ. അത് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. മാർത്താണ്ഡവർമ്മ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ളയാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. ശരിയാണ് അല്ലെ? P കുഞ്ഞനന്ദൻ നായരുടെ തൂലികാ നാമം തിക്കൊടിയൻ എന്നാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. EJ ഫിലിപ്പിന്റെ തൂലികാ നാമം കോവിലൻ എന്നാണ്. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ EJ ഫിലിപ്പിന്റെ തൂലികാ നാമം കാനം EJ എന്നാണ്. കോവിലൻ എന്നറിയപ്പെടുന്നത് ആരാണ്? VV അയ്യപ്പനാണ് കോവിലൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 2ഉം ആണ്. ഓപ്ഷൻ എ ആണ് ശരി. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതായിരുന്നു? ബാലൻ ആയിരുന്നു. 1938 പുറത്തിറങ്ങുന്ന ബാലൻ ആയിരുന്നു ആദ്യത്തെ ശബ്ദചിത്രം. അതിന്റെ തിരക്കഥാകൃത്ത് മുതുകുളം രാഘവൻ പിള്ളയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പിന്നെ അതുപോലെ തന്നെ ആ ചിത്രത്തിന്റെ ഡയറക്ടർ ആരായിരുന്നു? S നൊട്ടാണിയാണ്. പ്രൊഡ്യൂസർ TR സുന്ദരം. അതിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചത് ആരൊക്കെയായിരുന്നു? KK അരൂരും MK കമലവുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സിനിമകളുണ്ട്. ഇപ്പൊ ചെമ്മീൻ, നീലക്കുയിൽ, അതുപോലെ തന്നെ കണ്ടം പച്ചക്കോട്ട്. പിന്നെ ആദ്യത്തെ 3D ചിത്രം ഏതായിരുന്നു? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട സിനിമകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സ്, ഇതുപോലെ ആരായിരുന്നു തിരക്കഥാകൃത്ത്, ഡയറക്ടർ ആരായിരുന്നു, അതുപോലെ ലീഡ് കേന്ദ്ര കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പേര്, അതൊക്കെ ഒന്ന് എക്സാമിന് മുമ്പ് നോക്കിയിട്ട് പോവാട്ടോ. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കല്ലിൽ ക്ഷേത്രമാണ് ഗുഹാക്ഷേത്രം. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ദാക്ഷായണി വേലായുധനാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രതിനിധിയായിട്ട് പോയ 3 മലയാളി സ്ത്രീകൾ ഉണ്ടായിരുന്നു അല്ലെ, 3 മലയാളി വനിതകൾ. അതിൽ ഒരാൾ കൂടിയാണ് ദാക്ഷായണി വേലായുധൻ.
മറ്റു രണ്ടുപേര് അമ്മു സ്വാമിനാഥൻ അതുപോലെ ആനി മസ്ക്രീൻ. ഇവര് മൂന്നുപേരും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. അപ്പൊ ഇവര് മൂന്നുപേരെ പറ്റിയും റിലേറ്റഡ് ഫാക്ട്സ് PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ ഇവര് മൂന്നുപേരുമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പോയിട്ടുള്ള മലയാളി വുമൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗവുമായി പൊരുത്തപ്പെടുത്തുക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. DRAM എന്താണ്? ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. അത് മെയിൻ മെമ്മറിയാണ് അല്ലെ, പ്രധാന മെമ്മറിയാണ്. 2 ആണ് കറക്റ്റ് വരുന്നത്. SRAM എന്താണ്? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതൊരു ക്യാഷെ മെമ്മറിയാണ്. 1 ആണ് വരുന്നത്. ഇനി ബയോസ് റോമിൽ സ്ഥിരമായിട്ട് ശേഖരിച്ചു വെക്കുന്നതാണ്. അപ്പൊ പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ റോം ആണ്. ബയോസ് 3 ആണ്. രജിസ്റ്ററുകൾ CPU പ്രവർത്തന മെമ്മറിയാണ്, വർക്കിംഗ് മെമ്മറിയാണ്. D4 ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? A2, B1, C3, D4. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഗേറ്റ്വേ ആണ്. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. ലോഗിൻ ക്രെഡൻഷ്യലുകൾ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിന്റെ പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ പ്രവർത്തനം ഡാഷ് ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്നു. അപ്പം ഈ പറയുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം എന്ത് ടൈപ്പ് ഓഫ് സ്കാം അല്ലെങ്കിൽ ക്രൈം അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്? ഫിഷിംഗ് ആണ് അല്ലെ. ഫിഷിംഗിലാണ് അത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഹാക്കിംഗ്, ഫിഷിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്നൊക്കെ പറയുന്ന സൈബർ ക്രൈമുകൾക്കെതിരെ വരുന്ന സൈബർ ലോസ്, അതിന്റെ സെക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് PSC പലപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ആ സൈബർ ലോസും അതിന്റെ സെക്ഷൻസും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഇവിടെ ഹാക്കിംഗ് വരുന്നത് സെക്ഷൻ 66ഉം സെക്ഷൻ 43യും ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് സെക്ഷൻ 66C വരുന്നത്. ഫിഷിങ്ങിന് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഇല്ല. അത് ഇംപേഴ്സണേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റിന്റെ അതിന്റെ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണോ എന്നുള്ള രീതിയിൽ സെക്ഷൻ 66Cയും അതുപോലെ 66Dയിലും വരാറുണ്ട്. അപ്പം ആ IT സൈബർ ലോസിന്റെ സെക്ഷൻസ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക എക്സാമിന് മുമ്പ്. അടുത്ത ചോദ്യം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായും നേടിയെടുക്കുന്നത് ഡാഷ് വഴിയാണ്. ഏത് വഴിയാണ്? പ്രോസസ് ഷെഡ്യൂളിംഗ് വഴിയാണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം വരുന്നത്. ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിന്റെ വ്യക്തത ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. സ്ക്രീൻ റെസൊല്യൂഷൻ, ഡോട്ട് പിച്ച്, പുതുക്കൽ നിരക്ക്. അപ്പൊ ഇത് മൂന്നും ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ചിത്രത്തിന്റെ വ്യക്തതയെ, അതിന്റെ ക്ലാരിറ്റി ഓഫ് എൻ ഇമേജിന് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതിനെ? സ്ക്രീൻ റെസൊല്യൂഷൻ, ഡോട്ട് പിച്ച്, അതുപോലെ തന്നെ പുതുക്കൽ നിരക്ക്, റിഫ്രഷ് റേറ്റ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് മൂന്നും ശരി ഉത്തരാണ്. ഓപ്ഷൻ D ആണ് വരുന്നത്. 1, 2 and 3. താഴെ തന്നവയിൽ ഏതാണ് ശാസ്ത്രം ഒരു ചലനാത്മക പ്രക്രിയയാണെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത്? അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും. അതായത് എന്താണ്? പുതിയ ഡിസ്കവറീസ് നമ്മൾ ഓരോ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന എക്സ്പ്ലനേഷൻസിന് പുതിയ ഡിസ്കവറീസിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അല്ലെ. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. എപ്പോഴും ഓരോന്ന് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഒരുപാട് പുതിയ ന്യൂ ഡിസ്കവറീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊരു ഡൈനാമിക് പ്രോസസ് ആണ് എന്നുള്ള കാര്യത്തിന് സാധൂകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ D. അപ്പം പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും അല്ലെ. D ആണ് ശരിയായിട്ട് വരുന്നത്. STIP 2020 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ദേശീയ STI നിരീക്ഷണാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പൊ STIP എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ അല്ലെ, STI. അപ്പൊ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസിയാണ് STIP. അതുപോലെ നാഷണൽ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഒബ്സർവേറ്ററി ആണ് ഈ പറയുന്ന നിരീക്ഷണാലയം. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. ഇത് STIയുമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ കേന്ദ്ര ശേഖരമായി പ്രവർത്തിക്കുന്നു. ശരിയാണ്, ഒരു ഡാറ്റ റിപ്പോസിറ്ററി ആണ് അത്. ഇത് തെളിവ് അടിസ്ഥാനമാക്കിയുള്ള നയരൂപീകരണത്തെ പിന്തുണയ്ക്കുന്നു. അപ്പം ഒരു എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ്, നയരൂപീകരണം, പോളിസി മേക്കിങ്ങും അവിടെ നടക്കുന്നുണ്ട്. ശരിയാണ്. ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള ധനസഹായ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും. അപ്പൊ നോക്കി, ഇതൊരു ഒബ്സർവേറ്ററി ആണല്ലേ, നിരീക്ഷണാലയാണ്. അപ്പൊ അവിടെ എന്ത് ഫണ്ട് റേസിംഗ് അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ട് അതൊരിക്കലും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം. ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം മാത്രമാണ് വരുന്നത്. അത് ഡാറ്റ റിപ്പോസിറ്ററി ആണ്. അതുപോലെ തന്നെ എന്താണ്? പോളിസി മേക്കിംഗ്, എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ് നടത്തുന്നുണ്ട്. പക്ഷെ
ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 48ാമത്തെ ചോദ്യത്തിൽ നമുക്ക് കാണാം, ഇന്ത്യയിലെ വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യ ജലസമൃദ്ധമാണ്, പക്ഷേ ജലസുരക്ഷയില്ല. അത് ഇവിടെ മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ കോൺട്രറി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. മഴയുടെ സ്ഥലപരവും ഋതുപരവുമായ വിതരണത്തിലെ അസമത്വം ജലക്ഷാമത്തിന് കാരണമാകുന്നു. ശരിയാണ്. ഭൂഗർഭജലത്തിന്റെ അമിതമായ ചൂഷണം ഇന്ത്യയുടെ ജലക്ഷാമം വഷളാക്കി. അതും ശരിയാണ്. അപ്പൊ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും ശരിയാണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് വരും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ നോക്ക്, ഇന്ത്യ ഈസ് വാട്ടർ റിച്ച് ബട്ട് വാട്ടർ സെക്യൂർ. ജലസുരക്ഷ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അൺഈവൻ സ്പേഷ്യൽ ആൻഡ് സീസണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ കോൺട്രിബ്യൂട്ട്സ് ടു വാട്ടർ സ്കാർസിറ്റി. ഓവർ എക്സ്ട്രാക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഹാസ് വേഴ്സൻഡ് ഇന്ത്യസ് വാട്ടർ ഡെഫിസിറ്റ്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ബി ആണ് ഉത്തരം വരിക, ഓൺലി 2 and 3. അപ്പൊ നമ്മുടെ PSCന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ എന്താണ്, ഇംഗ്ലീഷ് ആണ് അവർ ഫോളോ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഒന്നെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോകും, പക്ഷെ അതിന് സാധ്യത കുറവാണ്. ഇംഗ്ലീഷ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബി ആണ് ഉത്തരം വരാൻ സാധ്യത. അപ്പൊ മലയാളം എഴുതിയവരുടെ അത് തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും ശരി എന്നാണ് വരിക. പക്ഷെ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് PSC ഗൈഡ് ലൈൻസിൽ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ബി ആയിരിക്കും ശരിയായിട്ട് ഉത്തരം വരാൻ സാധ്യത. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക. ഇന്ത്യനെ ഒരു ഗ്ലോബൽ ഹബ് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പൊതുജനാരോഗ്യ സംരക്ഷണം ആരോഗ്യ സേവനങ്ങളുടെ തുല്യമായ വിതരണം പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയാണ്. ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പൊതുജനാരോഗ്യം പ്രത്യേക ആശുപത്രി പരിചരണത്തെ ആശ്രയിക്കുന്നു. അപ്പൊ അവിടെ പ്രത്യേക ആശുപത്രി പരിചരണം എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ കെയർ അതാണോ വരുന്നത്? അല്ല. പ്രാഥമിക ആരോഗ്യം എന്ന് പറയുമ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്റർ, അവിടെ എന്താണ്, ജനറൽ കെയർ ആണ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, സ്പെഷ്യലൈസ്ഡ് കെയർ അല്ല, ജനറൽ കെയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ പ്രത്യേക പരിചരണം അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു പ്രധാന തത്വമാണ് സാമൂഹിക പങ്കാളിത്തം. അപ്പൊ എന്താണ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അത് അതിന്റെ ഒരു പ്രധാന തത്വമാണ്. ശരിയാണ് അല്ലെ? അപ്പോ 3യും ശരിയാണ്. ഇപ്പൊ ഇവിടെ 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ, ഓപ്ഷൻ ബി. ഇനി മാത്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ 51 ക്വസ്റ്റ്യൻ നമ്പർ 51ന്റെ ഉത്തരം വരുന്നത് ഏതാണ്? 7 ആണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി 52ന്റെ ആൻസർ വരുന്നത് 2/5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 53, ഇത് എ കോഡാണ് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. അപ്പൊ വേറെ കോഡ് പേപ്പർ ഉള്ളവർ അതിനനുസരിച്ച് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് നോക്കുക. ഇനി 53 വരുന്നത് ഏതാണ്? 33% ആണ് ശരി ഉത്തരം വരുന്നത്. 54ൽ 10% ആണ് ശരി ഉത്തരം വരുന്നത്. 55th ക്വസ്റ്റ്യനിൽ 30. 56 ക്വസ്റ്റ്യൻ നമ്പർ 56ൽ ഓപ്ഷൻ ബി ആണ്, 132 ആണ് ആൻസർ കീ പ്രകാരം ശരി ഉത്തരം വരുന്നത്. ഇനി 57ൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ൽ ഓപ്ഷൻ ഡി 10 ആണ് ഉത്തരം വരുന്നത്. 59ൽ ഓപ്ഷൻ സി 80 കിലോമീറ്റർ ആണ് ഉത്തരം വരുന്നത്. 60th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ബി ആണ് വരുന്നത്. 61ൽ ഏതാണ്? ST, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 62 നോക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ബി എയിൽ എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 63ൽ എനർജി, ഊർജമാണ് ഉത്തരം വരുന്നത്. 64ൽ ഓഡ് വൺ ഏതാണ് വരുന്നത്? 64ൽ കിലോബൈറ്റ് ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 65ൽ വരുന്നത് 40 ആണ്. 66 ഒരു കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ എന്താണ്, ചെറുമകനോ ചെറുമകളോ ആവാം, അത് സ്പെസിഫിക്കലി പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് 66 ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അത് ചിലപ്പോൾ ക്യാൻസൽ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിൽ പക്ഷെ ചെറുമകൻ എന്നാണ് ആ ഒരു ഉത്തരം കൊടുത്തിരിക്കുന്നത് പ്രൊഫഷണൽ കീയിൽ. ഇനി 67 സൗത്ത് തെക്കാണ് അല്ലെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 68 ഞായറാഴ്ച, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 69 എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി 6 ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി 70 166 ആണ് ഉത്തരം വരുന്നത്. ഇനി നമ്മൾ ഇംഗ്ലീഷിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതാണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്, പ്ലീസ് ഫോർവേഡ് ദ സൈൻഡ് അഗ്രിമെന്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് വരുന്നത്? പ്ലീസ് ഫോർവേഡ് ദ സൈൻഡ് അഗ്രിമെന്റ് ബിഫോർ ദ ഡെഡ് ലൈൻ, അതൊരു റിക്വസ്റ്റ് അതാണ് വരുന്നത് അല്ലെ. റിക്വസ്റ്റ് ഓർഡേഴ്സ് ഒക്കെ എന്താണ്? ഇംപെറേറ്റീവ് സെന്റൻസിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ, ഷീ സബ്മിറ്റഡ് ഡാഷ് ഡീറ്റെയിൽഡ് പ്രപ്പോസൽ ഫോർ ദ കരിക്കുലം റിഫോം. ഡാഷ് ഡീറ്റെയിൽഡ് പ്രപ്പോസൽ ഫോർ കരിക്കുലം റിഫോം എന്ന് പറയുമ്പോൾ എന്താണ്? എ ഡീറ്റെയിൽഡ് പ്രപ്പോസൽ ആണ് വരിക അല്ലെ. എ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് വേർബ് ഫോം, ഇതിൽ കറക്റ്റ് വേർബ് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ്. എവറി മെമ്പർ ഓഫ് ദ റിവ്യൂ കമ്മിറ്റി ഡാഷ് റിക്വയർഡ് ടു സൈൻ ദ അറ്റൻഡൻസ് ഷീറ്റ്. അപ്പൊ അവിടെ എന്താണ് വരിക? എവറി മെമ്പർ ആണ്. അപ്പം ഓരോ മെമ്പറും എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഈസ്, എവറി മെമ്പർ ഈസ് റിക്വയർഡ്. മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ആർ റിക്വയർഡ് എന്ന് പറയാം. പക്ഷെ ഇവിടെ എവറി മെമ്പർ, ഓരോ വ്യക്തിയും അല്ലെ, അല്ലെങ്കിൽ ഓരോ മെമ്പറും. അപ്പൊ അവിടെ സിംഗുലർ ആണ് വരിക, ഈസ് ആണ് വരിക. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. മോസ്റ്റ് കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ ഓറിയന്റേഷൻ സെഷൻ. അപ്പൊ അവിടെ എന്ത് വരും? ഇപ്പൊ ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണ്, ടാഗ് എന്ത് വരും? നെഗറ്റീവ് ആണ് വരേണ്ടത്. ഡിഡിന്റ് ദേ അല്ലെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരിക, ഡിഡിന്റ് ദേ. ഇനി 75th ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് വരിക? ദ ഓഫീസർ അവോയ്ഡഡ് ആൻസറിംഗ് ദ ക്വയറി ഡയറക്ട്ലി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 76 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐ ഡാഷ് ടു എ മൂവി യെസ്റ്റർഡേ. അപ്പം ഞാൻ ഇന്നലെ പോയി അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ വെന്റ് ടു എ മൂവി യെസ്റ്റർഡേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇഫ് ഇറ്റ് റെയിൻ വി ഡാഷ് പോസ്റ്റ്പോൺ ദ മാച്ച്. അപ്പം മഴ പെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? ഞങ്ങൾ കളി മാറ്റി വെക്കുമായിരുന്നു, മാച്ച് മാറ്റി വെക്കുമായിരുന്നു. അപ്പൊ അവിടെ എന്താണ്? ഇഫ് ഇറ്റ് റെയിൻ വി വുഡ് പോസ്റ്റ്പോൺ ദ മാച്ച്. വുഡ് ആണ് അവിടെ വരിക, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി 78 ചൂസ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ വരുന്ന എന്താണ്? പ്രിപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ദിസ് ടെക്സ്റ്റ് ഇസ് യൂഷ്വലി പ്രിസ്ക്രൈബ് ഡാഷ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. അപ്പം ഇവിടെ അറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആണ് വരിക, അറ്റ് ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വിച്ച് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഡസ് ദ അഡ്ജക്റ്റീവ് ഗുഡ് ഡിനോട്ട് ഇൻ ദ സെന്റൻസ്. ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അല്ലെ, നല്ലത് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് ഡിനോട്ട് ചെയ്യുന്നത്? ദിസ് വാച്ച് ഇസ് നോട്ട് ആസ് ഗുഡ് ആസ് ദാറ്റ് വൺ. അപ്പൊ ഇവിടെ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാം, ഇത് അതിനേക്കാൾ അതിന്റെ അത്ര നല്ലതല്ല എന്നല്ലേ പറയണം, കമ്പാരിറ്റീവ് അല്ലേ എന്ന് വരാം. പക്ഷെ കമ്പാരിറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന്റെ ഏതാണ്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പം കമ്പാരിറ്റീവ് ആണ് ഡിനോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടത്? ദ വാച്ച് ഇസ് നോട്ട് ബെറ്റർ ദാൻ ദാറ്റ് വൺ, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ബെറ്റർ അല്ലല്ലോ, ഇത് മറ്റേതിനെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും ഈ അഡ്ജക്റ്റീവ് ഗുഡ് ആണ്, അപ്പം അത് പോസിറ്റീവ് ആണ് കേട്ടോ, പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാം, അത് ഇതെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, കമ്പാരിറ്റീവ് അല്ലേ എന്ന്. അപ്പൊ കമ്പാരിറ്റീവ് അല്ല, ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. കമ്പാരിറ്റീവ് ആണെങ്കിൽ എന്ത് വരും? ബെറ്റർ വരും. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ബെസ്റ്റ് വരും. അപ്പം അതറിയാമല്ലോ, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രീസ്. അങ്ങനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെന്റൻസ് ചൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്. നോ സൂണർ ഡിഡ് ഐ ഗെറ്റ് ഇൻ ടു ദ ബസ് ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. അപ്പൊ അവിടെ വരിക ദാൻ അല്ലെ. നോ സൂണർ ഡിഡ് ഐ ഗെറ്റ് ഇൻ ടു ദ ബസ് ദാൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. ഇനി 81 പിക്ക് ഔട്ട് ദ ആന്റോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. അപ്പൊ ഇതിന്റെ ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ദ തീഫ്സ് റെസ്പോൺസ് വാസ് ഇമ്പൾസീവ് റേദർ ദാൻ തോട്ട്ഫുൾ. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കുക അല്ലെ, ഒരു പെട്ടെന്നുള്ള ആ ഒരു എടുത്തുചാടത്തിന്റെ പുറത്ത് ചെയ്യുന്നത്. അപ്പം ഇമ്പൾസീവിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? ഡെലിബറേറ്റ്. ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? തീരുമാനിച്ച് ഉറപ്പിച്ച് ഒരു കാര്യം ചെയ്യുക. അപ്പം ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നിശ്ചയമായിട്ട് നമ്മൾ ചെയ്യണം എന്ന് ഉറപ്പിച്ച ഒരു കാര്യം, അതാണ് ഡെലിബറേറ്റ്. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. ഫിൽ അപ്പ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. A dash of lions was sitting on the rock. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ലയൺസിന് എന്താണ് പറയാ? പ്രൈഡ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദ അസൈൻമെന്റ് ബിഫോർ ഫ്രൈഡേ. അപ്പൊ അവിടെ എന്താ വരിക? ഹാൻഡ് ഇൻ ദ അസൈൻമെന്റ് അല്ലെ, വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഹാൻഡ് ഇൻ ദ അസൈൻമെന്റ് ബിഫോർ ഫ്രൈഡേ. ഇനി റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്
വിത്ത് ഇറ്റ്സ് സിനോണിം. അപ്പൊ ഇതിന്റെ ഡിലിജന്റിന്റെ സിനോണിം ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഡിലിജന്റിന്റെ സിനോണിം എന്താണ് വരിക? അതിന്റെ അർത്ഥം സെയിം അർത്ഥം, പര്യായം ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ് ആണ് ഡിലിജന്റിന്റെ സെയിം അർത്ഥം വരുന്നത്. ഇനി പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഓർഗനൈസ്. ഓർഗനൈസിന്റെ ഓപ്പോസിറ്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്ഓർഗനൈസ്. ഡിസ് ആണ് ചേർക്കേണ്ട പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ഓർഗനൈസ്. വിച്ച് വേർഡ് മീൻസ് ഹാവിംഗ് പ്രാക്ടിക്കൽ നോളജ് ഓർ സ്കിൽ. അപ്പം പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ സ്കിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം വരുന്നത് ഏത് വാക്കാണ്? ഇൻജീനിയസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ഇൻജീനിയസ്. വാട്ട് ഡസ് ദ ഇഡിയം ടു ബെൽ ദ കാറ്റ് മീൻസ്? അപ്പൊ ടു ബെൽ ദ കാറ്റ് എന്ന് പറയുന്ന ഇഡിയം അതിന്റെ അർത്ഥം എന്താണ്? ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ്. ഓപ്ഷൻ ബി ആണ് ശരി വരുന്നത്. ഇനി യുനെസ്കോന്റെ എക്സ്പാൻഷൻ എന്താ? യുനെസ്കോന്റെ എക്സ്പാൻഷൻ എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, കാര്യം തെറ്റിക്കരുത്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആള് പറയുന്നത് എന്താണ്? അതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? സോംനാംബുലിസ്റ്റ്. സോംനാംബുലിസ്റ്റ് ആണ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളെ പറയുന്ന വൺ വേർഡ്. ഇനി വോക്സ് പോപ്പുലി എന്ന് പറയുന്ന അതിന്റെ മീനിങ് എന്താണ്? വോക്സ് പോപ്പുലി അത് ഈ ഒരു ജുഡീഷ്യൽ പാർലൻസിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് വോക്സ് പോപ്പുലി. വോയിസ് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് അതിന്റെ അർത്ഥം. ഓപ്ഷൻ ബി. ഇതുപോലത്തെ ചില വേർഡ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഡി ജൂറെ, അതുപോലെ സ്വീ ജനറീസ്, അങ്ങനത്തെ ചില വേർഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഫാക്ട് ഫയൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് റിസോഴ്സ് ആണോ ഫോളോ ചെയ്യുന്നത് അതിൽ നോക്കി പഠിക്കുക. ഇനി മലയാളമാണ്. നീരഥം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത്? അപ്പൊ നീരഥം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ? നീരഥം മേഘം. ഏറ്റവും ശരിയായ വാക്യം ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ശരിയായ വാക്യം ഏതാണ്? ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം അല്ലെ? ഓപ്ഷൻ ബി. കാരണം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന അത് പറയേണ്ട കാര്യമില്ല അല്ലെ? തുടരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പൊ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. യുവർ പ്രസൻസ് ഇസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഉചിതമായ പരിഭാഷ ഏത്? അപ്പൊ ഇതിൽ സിംപ്ലി നമ്മൾ എന്താ പറയുന്നത്? നിങ്ങളെ ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ എന്ന് പറയുമ്പോൾ വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. അലംഘനീയം എന്ന ഒറ്റ പദത്തിന്റെ അർത്ഥം എന്താണ്? അലംഘനീയം. ലംഘനീയം എന്ന് പറയുമ്പോൾ ലംഘിക്കാൻ പറ്റുന്നത്, അലംഘനീയം എന്ന് പറയുന്നത് ലംഘിക്കാൻ പറ്റാത്തത്, ലംഘിക്കാൻ ആകാത്ത. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി കൂട്ടത്തിൽ പെടാത്ത ചൊല്ലേത്? ഏതാണ്? മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. അതാണ് ഇവിടെ വരുന്നത്. കാരണം ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ പിന്നെ നമ്മൾ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ബാക്കി 3 സെന്റൻസിലും എന്താണ് വരുന്നത്? എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, അല്ലെങ്കിൽ ആഴത്തിൽ ഉഴുതാൽ പത്തായം നിറയും, പരിശ്രമശാലിക്ക് പർവ്വതവും ഒരു കളിമൺ കട്ട. അപ്പൊ അതൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും അത് പിന്നെ അത് ശീലമാവും, അത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു സെന്റൻസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അല്ലെ? എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ നമ്മളത് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇനി ആഖ്യാനഭേദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അപ്പൊ ആഖ്യാനഭേദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? ആഖ്യാനത്തിന്റെ ഭേദം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. ആഖ്യാനത്തിന്റെ ഭേദം. അമ്പ് എന്ന വാക്കിന്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദം ഏത്? അപ്പൊ അമ്പ് എന്ന വാക്കിന്റെ അർത്ഥം വരാത്തത് ഏതാണ്? തുണീരമാണ്. ബാക്കി 3 അമ്പിന്റെ സമാനാർത്ഥമാണ്. മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? മരത്തെ എങ്ങനെയാണ് ആക്കുക? മരം പ്ലസ് എ. മരത്തെ, മരം പ്ലസ് എ ആണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? വഞ്ചകൻ, വഞ്ചകി, അതുപോലെ യശസ്വി, യശസ്വിനി എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത് വരുന്നത്. ഇനി കൂട്ടത്തിൽ ചേരാത്ത പദം ഏതാണ്? വൈദ്യർ, ഭാഗവതർ, അധ്യാപകർ, ജ്യോത്സ്യർ. അപ്പൊ ഇതിൽ അധ്യാപകരാണ് ചേരാത്തത്. ബാക്കി വൈദ്യർ, ഭാഗവതർ, ജ്യോത്സ്യർ എന്നൊക്കെ പൂജക ബഹുവചനാണ് അല്ലെ? അധ്യാപകര് ബഹുവചനാണ്. മറ്റേത് 3ഉം ഇപ്പൊ സിംഗുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും, വൈദ്യർ ഒരാളാണെങ്കിലും ഒരുപാട് വൈദ്യന്മാരുണ്ടെങ്കിൽ നമ്മൾ വൈദ്യർ എന്ന് പറയാം, അതൊരു പൂജക ബഹുവചനാണ്. പക്ഷെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അധ്യാപകർ നിൽക്കുമ്പോഴാണ് അധ്യാപകർ എന്ന് പറയാം, അല്ലെങ്കിൽ അധ്യാപകൻ, അധ്യാപിക എന്നാണ് പറയാ അല്ലെ? അതാണ് കൂട്ടത്തിൽ ചേരാത്തത്. അപ്പം സെക്കൻഡ് ഫേസിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അത്ര അഡീഷണൽ ഫാക്ട്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ തേർഡ് ഫേസിന് പോകുന്ന ആളുകൾ ഈ ഫസ്റ്റ് ഫേസിന്റെയും സെക്കൻഡ് ഫേസിന്റെയും ഒക്കെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കണ്ടല്ലോ.
അത് എക്സ്പെക്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും അധികമില്ല. എല്ലാം വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം അസേർഷൻ റീസണിങ് പോലത്തെ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ശരി ചെയ്ത് തെറ്റ് ചെയ്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതൽ. നമുക്ക് സമയം ഓൾറെഡി 1 മണിക്കൂറും 15 മിനിറ്റും അല്ലെ, 75 മിനിറ്റ് ആണ് നമുക്കുള്ള സമയം. ആ ഒരു സമയത്തിൽ വായിച്ചെത്തുക, ടൈം മാനേജ്മെന്റ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ മാത്സ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ആ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. PYQസും ഈ കഴിഞ്ഞ 2 എക്സാമിന്റെ പേപ്പേഴ്സും അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ കവർ ചെയ്ത് തേർഡ് ഫേസിൽ പോകുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എക്സാം കൊടുക്കാൻ നോക്കുക കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ ആസ്പിരൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത്, അങ്ങനെ നിങ്ങളുടെ സജഷൻസ്, അതുപോലെ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് വരുത്തണമെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്സും കമന്റ്സ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.